പേര് അന്നമ്മ സജി എന്നാണ്. എന്നെ അറിയപ്പെടുന്ന സുജാ സജി എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് ഒക്ടോബർ 18, 2022 ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് കൃപാസന മാതാവ് എനിക്ക് തന്ന പ്രത്യേക ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് നടന്നത്. ഞാൻ ജന്മന മുടന്തയായിരുന്നു. എൻ്റെ കാല് മടങ്ങിയായിരുന്നു ഇരുന്നത്. വിരലുകളെല്ലാം ഇങ്ങനെ ഉരുണ്ടാണ് ഇരുന്നത്. എനിക്ക് മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് കാലിൽ വന്ന് തൊട്ട് സൗഖ്യം തരികയും ചെയ്തു. ഞാൻ ഇവിടെ വരാനുണ്ടായ കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് 49 വയസ്സായി. എനിക്ക് 47 വയസ്സ് വരെ എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മന ഉള്ളത് ആയതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനത് വെച്ച് ഒരു കുടുംബം പോയിട്ട് പോകുന്നു. എനിക്ക് 2 മക്കളുമുണ്ട്. അവരെ പോയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാതായി. 47-ാം വയസ്സിൽ എൻ്റെ ഇടത്തെ കാലിനായിരുന്നു മുടന്ത്. വലത്തുകാലിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അന്നേരം ഞാനിങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട പണിയെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇടവക പള്ളി പോകുമ്പം ഒരു ഗ്രോട്ടയുണ്ട്. അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കിനിയും ഇവിടെ കയറി തിരികെത്തിക്കാനും കുർബാന കാണാനും വരാത്ത അവസ്ഥയിലാണ്. ഈശോയുടെ കുരിശുരൂപത്തെ നോക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഇനിയും വലത്തുകാലം താങ്ങി നിന്ന് കുർബാന കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. എനിക്ക് കുർബാന കാണുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോയിട്ട് ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു, എനിക്ക് സൗഖ്യം തരാമെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ വിഷമാവസ്ഥ കഴിയുമ്പോൾ ഈ ചേച്ചി കൃപാസനത്തെ പറ്റി എന്നോട് പറയുന്നു. ഞാൻ കൃപാസനത്തിൽ 2019 തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഓരോ കാര്യം കിട്ടി. ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു 6 മാസം മുമ്പേ ഒരു കാശ് രൂപ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഭക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കാശ് രൂപ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇവിടുത്തെ മാതാവും അവിടുത്തെ മാതാവും തമ്മിൽ എന്നാ ഇത്ര മാറ്റം ഇരിക്കുന്നത്? എനിക്ക് എല്ലാം തന്നെ മാതാവ് നടത്തി തരുന്നുണ്ടല്ലോ, ഇന്ന് വരെ എനിക്കൊരു കാര്യം നടത്തി തരാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ചേച്ചി എന്നോട് വരാനൊന്നും പറയുന്നില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നെന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവ് കൃപാസന മാതാവ് എനിക്കൊരു അടയാളം തരാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അവിടെ കിട്ടി ഇവിടെ കിട്ടിയെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് തന്നെ കിട്ടിയാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം, മാതാവിനെ ഒന്ന് കാണണം, കൃപാസനം ഒന്ന് ചവിട്ടണം. ഇത്രയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്നതേ ഉള്ളൂ. ഒന്നും ചോദിച്ചില്ല മാതാവിനോട്. ഇത് ഒരിക്കലും എനിക്ക് ഈശോ മാറ്റി തരുമെന്ന്, കാരണം ജന്മന തന്നതാണ്, അത് എനിക്ക് മരണം വരെ വഹിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് 11-ാം ദിവസം എനിക്ക് ഈ വലിയ ഫോണില്ലായിരുന്നു. എനിക്ക് ഫോൺ വാങ്ങുകയും കൃപാസനം കേൾക്കുകയും ഞാൻ ചെയ്തു. അങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ കേട്ടു വൈകുന്നേരം ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ചേട്ടന് ഭക്ഷണം കൊടുത്ത് ഞാനിങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, സാക്ഷ്യം കേൾക്ക്, എന്തിനാണ് ഈ ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ വേഗം ഫോണെടുത്ത് സാക്ഷ്യം കേട്ടാക്കാമെന്ന മാട്ടിൽ വേഗം ഫോൺ ഓണാക്കി. അപ്പോൾ ഒരു ചേച്ചി പറയുന്നു, ആ ചേച്ചിയുടെ കാലിന് നീരായിരുന്നു, മാതാവ് വന്ന് തൊട്ട് സൗഖ്യം നൽകി. പെട്ടെന്ന് മാതാവ് എൻ്റെ കാലിൽ വന്ന് തൊടുകയും ഞാൻ കാല് നിവർത്തി ചവിട്ടി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ കാല് ഇങ്ങനെ തന്നെയായിരുന്നു? അപ്പം ചേട്ടൻ അധികം പറയാത്ത കൂട്ടത്തിലാണ്, എങ്കിലും പറഞ്ഞു, നിവർന്നെന്ന് തോന്നുന്നു, നീ നേരം വിളക്കുമ്പോൾ നോക്കാനാ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് ചേട്ടൻ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. പ്രാർത്ഥനയും ചൊല്ലി കരുണക്കൊന്തിയെല്ലാം ചൊല്ലി
അങ്ങനെ നേരം വെളുത്തു. ഞാൻ അടുത്തുള്ള ചേച്ചിയും വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, എടി കാല് നിവർന്നു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാനും പോയി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരാഴ്ച വീണ്ടും പിന്നിട്ടു. വീണ്ടും രണ്ടാമതും 8 ദിവസമായപ്പോൾ മാതാവ്, ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയം, കൊടുത്ത് മുന്നോട്ട് 3-4 സ്റ്റെപ്പ് വെച്ചപ്പോൾ മാതാവ് വീണ്ടും വന്ന് എൻ്റെ കാലിൽ തൊട്ടു. അപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ, ഞാൻ ടിക്കെന്നും പറഞ്ഞ് നിവർന്നു. ഈ ഷോൾഡറും എൻ്റെ നിവർന്നു. ഈ ഒരു വശം കൊണ്ട് എനിക്ക് ചെരുവായിരുന്നു ശരിക്കും. ഞാൻ നിവർന്ന് തന്നെ നിന്ന് ഈശോയെ സ്തുതിച്ചു. കാലിന് ശരിക്കും നീളക്കുറവ് തന്നെയായിരുന്നു, സാധനവും കുറവുണ്ടായിരുന്നു. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഞാനത് ശരിക്കും അറിയുന്നുണ്ട്. ഞരമ്പൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ദേഹത്തോടെ എന്താ ഈ ജീവികളൊക്കെ ഇല്ല, അതിങ്ങനെ കയറി പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനകൾ വരും. എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉള്ളൂ. ഈ പുറകുവശമാണെങ്കിലും ബേക്ക് ഇങ്ങനെ തള്ളിയാണ് നിന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് വേദന വരും. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ അങ്ങ് പൊന്തി പോവുകയാണ്. അങ്ങനെ പൊന്തി പോകുമ്പം പുറം ഇങ്ങനെ പൊട്ടിപ്പോകും. അങ്ങനെ വൈകുന്നേരം ആകുമ്പം വീണ്ടും മാതാവ് വന്ന് തൊട്ടപ്പോൾ ഇവിടെ അകലെ നിവരുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ മാതാവ്, ഞാൻ പതുക്കെ ഉറങ്ങുന്നേ ഉള്ളൂ, അത് ബോധം കിട്ടുന്ന ഉറങ്ങുന്നില്ല. മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയും കാലും വലിച്ച് നീട്ടുകയും ഇവിടെ ഒരു സ്കെയിൽ വെച്ച് ശരിക്കും എന്നെ അളന്ന് ശരീരം ഷേപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 2 തവണ വന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവ്. പിന്നെ എൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് വളരെ ക്ഷീണം പിടിക്കും, കാലിന് നല്ല തണുപ്പ് കയറും. അപ്പോൾ എന്നോട് പറയും, കമ്പിളി പതച്ച് കയറി കിടന്നു. അങ്ങനെ ഞാൻ കയറി കിടക്കും. അതിൻ്റെ ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഞാൻ ഏൽക്കും. ഇങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. ഞാൻ പറയുവാണെങ്കിൽ കൃപാസനത്തിൽ വരികയും മാതാവിനെ കാണുകയും ചെയ്യും മാത്രമേ ഉള്ളൂ. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ വെച്ചത് 6 നിയോഗങ്ങളാണ് ഈശോയോട് വെച്ചത്. ആ 6 നിയോഗവും ഈ കാര്യം ഞാൻ വെച്ചിട്ടേ ഇല്ല. 6 നിയോഗവും എൻ്റെ ചേട്ടനും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ വെച്ചത്. എൻ്റെ ഒരു കാര്യം പോലും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല. പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം. അത്ഭുതകരമായിട്ട് തന്നെ ജന്മനാ മുടന്തയായിരുന്ന ദൈവം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്ന. എനിക്ക് വേദനയാണ്, ഭയങ്കര വേദനയായിരുന്നു. ആ വേദനയെല്ലാം എൻ്റെ മാറി. വേദന മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ഇത് കാര്യം പറയേണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങി ഏറ്റപ്പോൾ എൻ്റെ വേദനയെല്ലാം മാറി. പക്ഷേ ആ വേദന പോകുന്നത് ഞാൻ അറിയുന്നില്ല. വേദന ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാലിനെ അധികം ശ്രദ്ധിക്കേണ്ടിയും വന്നില്ല. അങ്ങനെ ഞാൻ 10 ദിവസം ജപമാലയ്ക്കെല്ലാം വീടുകളിൽ കൂടെ പോവുകയും ചെയ്തു. പിന്നെ ഒരു ചേച്ചിക്ക് കാലിൽ ഒരു എല്ല്, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്, കാലിൽ എല്ല് വളരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ. ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ല് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല്ല് താന്നുപോയി. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ഒരു കുരു വന്നു ശരീരത്ത്. അതിൽ ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരിക്കും അന്ന് രാത്രി തന്നെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ഒരു കേസായിരുന്നു അത്. അതും അത്ഭുതകരമായി മാതാവ് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ പള്ളി പോകില്ല. എന്നാൽ വിശ്വാസമുണ്ട് താനും പള്ളി പോകുകയില്ല. ഇപ്പോൾ ഞായറാഴ്ച ദിവസം മുടങ്ങാതെ പള്ളി പോവുകയും ചെയ്യും. പിന്നെ പള്ളി പോകാൻ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി എടുക്കാൻ മകൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഓടിക്കാനും അറിയത്തില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൃപാസനത്തിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ സ്കൂട്ടി ഓടിക്കുകയില്ല. അത്ഭുതകരമായിട്ട് ചേട്ടൻ ഒരു സ്കൂട്ടി വാങ്ങുകയും എന്നെ പള്ളിയിൽ എന്നും എത്തിച്ചു തരികയും ചെയ്യും. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങളുടെ ഒരു പൂമാല തന്നെയായിരുന്നു വീട്ടിൽ. ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു.